കേരളത്തിലെ IT മേഖലയുടെ മുഖച്ഛായ തന്നെ മാറ്റിയ സ്ഥാപനമാണ് തിരുവനന്തപുരം ടെക്നോ പാർക്ക്. ലക്ഷക്കണക്കിന് യുവാക്കളാണ് ഇവിടെ തൊഴിലെടുക്കുന്നതും പഠിക്കുന്നതും. വിശാലമായ തിരുവനന്തപുരം ടെക്നോ പാർക്കിനുള്ളിൽ ഒരു ജോലി തേടാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ കുറേയേറെ കടമ്പകൾ ഇനി കടക്കേണ്ടതുണ്ട്. ലഹരി ഉപയോഗിക്കുന്നവർക്ക് തൊഴിൽ നൽകില്ല. കർശന തീരുമാനം കൈക്കൊണ്ടിരിക്കുകയാണ് ടെക്നോ പാർക്ക്. കേരളത്തിലെ 250-ലധികം IT കമ്പനികളുടെ വ്യവസായ സംഘടനയായ ഗ്രൂപ്പ് ഓഫ് ടെക്നോളജി കമ്പനീസ് അഥവാ GTECന്റേതാണ് തീരുമാനം. നമ്മുടെ കമ്പനികളിൽ ഹയർ ചെയ്യപ്പെടുന്ന ആൾക്കാർക്ക് നമ്മൾ ഡ്രഗ് യൂസ് ചെയ്യാത്ത ആൾക്കാരെ മാത്രമേ ഹയർ ചെയ്യുള്ളൂ. ആ ഒരു തീരുമാനം നമ്മൾ മാത്രമല്ല എല്ലാ മേഖലകളിലെ സ്ഥാപനങ്ങളും എടുക്കേണ്ടി വരും. ഇത് അടുത്ത സ്റ്റേജിലേക്ക് പോകാതെ അറസ്റ്റ് ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. പക്ഷേ ഇനി അവയർനെസിന്റെ സമയം കഴിഞ്ഞു, ഇനി ആക്ഷനിലേക്ക് പോകേണ്ട ഒരു കാലമാണ്. ലഹരി വിരുദ്ധ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് നിരവധി പരിപാടികൾ GTECന്റെ നേതൃത്വത്തിൽ നടത്തിയിരുന്നു. ടെക്കികളും 2K കിഡ്സുമാണ് ലഹരി വ്യാപക തോതിൽ ഉപയോഗിക്കുന്നതെന്ന ധാരണ തെറ്റാണ്. കുറച്ചൊരു മൈനോറിറ്റി കുട്ടികൾ എന്ന് ചെയ്യുന്നൊരു കാര്യം എല്ലാവരെയും ഒരു പെർസെപ്ഷൻ്റെ കീഴിലേക്ക് കൊണ്ടുവന്നിട്ട് നിങ്ങൾ അങ്ങനെയല്ലേ, 2K കിഡ്സ് അങ്ങനെയല്ലേ എന്ന് പറയുന്നൊരു പെർസെപ്ഷനാണ്. സോ വൺ തിങ് വി വാണ്ട് ദ യൂത്ത് ടു ടേക്ക് ദ ലീഡർഷിപ്പ്. ഈ ഡ്രഗ് ടെസ്റ്റിംഗ് എന്ന് പറയുന്ന കാര്യം അത് ഈ റിക്രൂട്ട്മെൻറ്റ് സമയത്ത് ഒരു മാൻഡറ്ററി ഒരു പ്രൊവിഷനാക്കി ഒരു കൺസെൻറ്റ് എല്ലാവരുടെയും നിന്ന് മേടിച്ച് ഈ ഡ്രഗ് യൂസേജ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ കരിയറിനെ തന്നെ ബാധിക്കും എന്നുള്ളൊരു മെസ്സേജിലേക്ക് നമ്മളിപ്പോൾ കടക്കുവാണ്. ടെക്നോ പാർക്കിലേക്കുള്ള നിയമനങ്ങളിലും സമൂലമായ മാറ്റങ്ങൾ കൊണ്ടുവരാനാണ് ഗ്രൂപ്പ് ഓഫ് ടെക്നോളജി കമ്പനീസ് അഥവാ GTECന്റെ തീരുമാനം. ക്യാമറമാൻ സജികുമാറിനൊപ്പം ഗോകുൽനാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.